ശ്രീ വിഘ്നേഷ് വിക്കി. സ്വാഗതം. കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട. കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട. സിനിമാ പാട്ടുകൾ ഇതുപോലെ ഭക്തിഗാനങ്ങളാക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട്. മീൻസ് ഒരു റിലീജിയൻ ആയാലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. അത് പാട്ടിട്ട സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഉണ്ടായിരുന്നു. ഒരു കമന്റിൽ ഞാൻ കണ്ടതാണ്, ദൈവങ്ങളെ കളിയാക്കുന്ന പോലെയാണ് കാണിക്കുന്നത് എന്ന്. ദൈവങ്ങൾ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണം. കാര്യം ഇതൊരു ട്രോളായിട്ട് തുടങ്ങിയതാണ്. ഈ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇത് കണ്ടിട്ടൊക്കെ? അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യണ്ടായിരുന്നില്ല, അതൊന്നും പറയാറില്ല. അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം എനിക്ക് ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, ഒരു സൽപുത്രൻ പിറന്നട പണ്ട്. ഭക്തിഗാനം ആദ്യം പാടിയിട്ട് ശരിക്കുള്ള പാട്ട് പാടാം, അതായിരിക്കും നല്ലത്. ഇനി ചേട്ടന്റെ എതിരാളിയായിട്ട് ഞാൻ റീൽസിൽ വരും. ഇതിന് ഒരു ഗേളും കൂടെ വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ സ്ക്രീൻ സ്പേസിൽ ഇപ്പൊ എനിക്ക് നിൽക്കാനുള്ള സ്പേസ് ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ചേട്ടൻ ഇനി മാരേജ് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ്റെ കൺസെപ്റ്റിലുള്ളൊരു ഗേൾ എങ്ങനെയായിരിക്കും? ഇതുപോലെ മറ്റേ മുടിയൊക്കെ ഇടിച്ച് കുറിയൊക്കെ ഇട്ടിട്ട്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കരളേനും കൈപിടിച്ചാല് അത് കലാഭവൻ ഷാജു പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു. എന്തായാലും ഇത്രയും നേരം ഇതെങ്ങനെ ഇട്ടിട്ടുണ്ട് കത്തിച്ച് ചൂടെടുത്തിട്ട് മനുഷ്യനെ സഹിക്കാൻ വയ്ക്കോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആമിന സലീം. പ്രിയ ഭക്തരെ, കുറേയേറെ നാളുകളായി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം നന്മയുടെ പാത പിന്തുടരണം എന്നാണ്. ഇന്ന് എന്നെ ഒരു വിശ്വാസിയാക്കി തീർക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്നോടൊപ്പമുള്ളത്, ശ്രീ വിഘ്നേഷ് വിക്കി. സ്വാഗതം. പാലപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഒന്നാം കുന്ന് നടന്നുകൊണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ഒന്നാം കുന്ന് നടന്നുകൊണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ഓ, എൻ്റെ ജീവിതം സഫലമായി. വെച്ചാല് അടിപൊളി. സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റിലേക്ക് എത്തുന്നത്? മീൻസ് സിനിമാ ഗാനങ്ങളൊക്കെ ഭക്തി ഗാനങ്ങളാക്കി തീർക്കുന്ന ഒരു സംഭവം ഇതെങ്ങനെ എത്തിയത് ശ്രീനവൽ കിഷോരി പുള്ളിക്കാരി ട്രോളാന്നുള്ള രീതിയിൽ ഫ്രണ്ട്സിന്റെ ഐഡിയയിൽ തുടങ്ങിയതാണ്. അരുൺ സി വി ജുനേഡ് ഇവർ രണ്ടുപേരാണ് മെയിൻ ഇതിന്റെ ബ്രെയിൻ. അപ്പോൾ അരുൺ സി വി ഇങ്ങനെ ഒരു ഐഡിയ വെച്ചു, നമുക്കൊരു ട്രോൾ ഉണ്ടാക്കിയാലോ എന്ന്. ജുനേഡ് എന്ന് പറഞ്ഞവൻ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, കോസ്റ്റ്യൂം അടക്കമുള്ള ഐഡിയ അവനാണ് പറഞ്ഞു തന്നത്. അവന് ഫ്രണ്ട്സിന്റെ ഐഡിയ വെച്ചിട്ടാണ് തുടങ്ങിയത്. കയറി ക്ലിക്ക് ആവുകയും ചെയ്തു അല്ലേ? ആദ്യമായിട്ട് വൈറലാവുന്ന ഒരു പാട്ട് ഏതാ? അത് നരലിന്റെ ശൂരമ്പടയാണ്. ഒരുപാട് പോയ പാട്ടാണ്, എന്നാലും അത് നമുക്ക് വേണ്ടി ഒന്ന് പാടിയാലോ? ശൂരമ്പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊന്മുടിയേറ്റി കൊട്ടിക്കേറും താളം, ഇത് മുള്ളം കൊല്ലിക്കുന്നിന്മേലെ കാവടിയേന്തും നേരം, ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലിടി മേളം. ഈ ട്യൂണും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അത് പാട്ടിന്റെ എന്തെങ്കിലും ഒരു പാട്ട് സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ലിറിക്സ് എടുത്ത് നോക്കും, അതിന് റെഫർ ചെയ്യാൻ ഏതെങ്കിലും പാട്ടെടുത്ത് നോക്കും, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഈ സ്പോട്ടിലാണോ ഈ പാട്ടുകളൊക്കെ വരുന്നത്, അതോ ഒരുപാട് ടൈം എടുത്ത് കണ്ടുപിടിക്കുന്നതാണോ? ചിലത് ഡിപ്പെൻസ് ആണെന്ന് വെച്ചാൽ ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് ഇത്തിരി ടൈം എടുക്കും. അത് കുറച്ചും കൂടി വായിച്ചു നോക്കി
ഒന്ന് പാടി നോക്കി, കുറെ ട്യൂൺസിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കി, അങ്ങനെയൊക്കെ ടൈം എടുക്കും. ഈ സിനിമാ ഗാനങ്ങളും ഇങ്ങനെ സെലക്റ്റീവായിട്ട് എടുക്കുന്നത് തന്നെയാണോ? ഞാൻ എന്നും പാട്ട് കേൾക്കണ ആളാ. പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാട്ട് ഇങ്ങനെ പ്ലേലിസ്റ്റിൽ വരുമ്പോഴത്തേക്കും അത് നോട്ട് ചെയ്യും, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാട്ട് വൈറലായിരുന്നല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് പാടിയേക്കണത് ഹരിവരാസനായിട്ട് ഇത് ചെയ്തിട്ട് ലജ്ജാവതിയെ. ലജ്ജാവതി, ആ പാട്ടൊന്ന് പാടി തരുമോ? ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴം പൂവോ താമരത്താഴോ തേനോ തെന്നിലാവോ മാമ്പഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ. അടിപൊളി. ശരിക്കും ഈ പാട്ടുകൾ, ഈ സിനിമാ പാട്ടുകൾ ഇതുപോലെ ഭക്തിഗാനങ്ങളാക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട്. മീൻസ് ഒരു റിലീജിയനായാലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. അത് പാട്ടിട്ട സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മളത് അങ്ങനെ മൈൻഡ് ചെയ്യണമെന്നില്ല. കാര്യം ഇത് പോസിറ്റീവ് പറയുന്നവരും കൂടുതലുണ്ട്, നെഗറ്റീവ്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് പറയണ പോലെ തന്നെ ആൾക്കാർക്ക് നെഗറ്റീവ് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മളത് അനുവദിച്ചു കൊടുക്കണമല്ലോ. അല്ല, ഒരു കമന്റിൽ ഞാൻ കണ്ടതാണ് ദൈവങ്ങളെ കളിയാക്കുന്ന പോലെയാണ് കാണിക്കുന്നത് എന്ന്. ദൈവങ്ങൾ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണം. കാര്യം ഇതൊരു ട്രോളായിട്ട് തുടങ്ങിയതാണ്. ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ അന്ന് ആലോചിച്ചു. റിലീജിയനിലേക്ക് വലിച്ചയച്ചിട്ടില്ല ഞാൻ ഇതുവരെ. ഞാൻ ആ ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കണുള്ളൂ. അല്ല, ഞാൻ കമന്റ്സിൽ കണ്ട കാര്യമായിരുന്നു, വേണമെങ്കിൽ മുസ്ലിം ആൽബംസ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സോങ്സ് പോലെ ആക്കാമായിരുന്നു, എന്തിന് ഈ കാസ്റ്റ് തന്നെ തിരഞ്ഞെടുത്തു എന്നൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പൊ അതിനെന്താണ് ഇവർക്ക് മറുപടി കൊടുക്കാനുള്ളത്? അത് സംഭവം ഞാനിപ്പോ ട്രോള് തുടങ്ങിയത് തന്നെ ശ്രീനവൽ കിഷോരി എന്നുള്ള പുള്ളിക്കാരിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പുള്ളിക്കാരി ആകുമ്പോഴത്തേക്കും അത് ഹിന്ദു റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഇടുന്നത്. അപ്പൊ ഞാൻ അതിനെ ട്രോൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വേണ്ടത്. ഇനിയിപ്പോ അതില് ഞാൻ റിലീജിയൻ നോക്കിയില്ല, ട്രോള്, അത്രേ ഉള്ളൂ. ഈ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇത് കണ്ടിട്ടൊക്കെ? അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യണ്ടായിരുന്നല്ലോ, അതൊന്നും പറയാറില്ല. അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇങ്ങനെ ചെയ്യാൻ? ഈ നെഗറ്റീവ് കമന്റ്സിൽ വന്ന ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് എന്റെ ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ വർക്ക് ചെയ്യണ അവിടെ ആയാലും ആരും അങ്ങനെ വേണ്ട നിർത്തിയേക്കെന്ന് പറഞ്ഞ രീതിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. ഇതല്ലാതെ വിഘ്നേഷ് എന്താ ചെയ്യുന്നേ? ഞാൻ വൈറ്റിലുള്ള മോട്ടോഹോക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ അക്കൗണ്ട്സിലാണ്. അക്കൗണ്ട്സിലാണ്. ശരിക്കും വിഘ്നേഷിന്റെ ആഗ്രഹം എന്താവാൻ ആഗ്രഹം? അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ സിനിമയാണ്. അപ്പൊ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെ, സിനിമയിലൊക്കെ എത്തിപ്പെടാനായിട്ടുള്ള ഒരു പോയിന്റ്, അത് മാത്രമായിട്ട് ഇത് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും കംപ്ലീറ്റഡ് ആണ്, വിജയിച്ചു എന്ന് വിശ്വസിക്കുക. ഈ പുതിയൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? പുതിയ പാട്ട് അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും, കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട, കുടിച്ച കള്ളമൊന്നും പറയില്ലട, കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട, കുടിച്ച കള്ളമൊന്നും പറയില്ലട. സ്പോട്ടിൽ പഠിച്ചെടുത്ത സാധനമാണ്. അടിപൊളി. താങ്ക് യു. സെറ്റ്. ഇതുപോലെ ഇനി നെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്ന സോങ് ഏതാ? റീലായിട്ട് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അത് പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യണമായിരിക്കും. ഞാൻ വെള്ളിയാഴ്ചകളിലാണ് കിട്ടുന്നത്, സിനിമ റിലീസ് ചെയ്യണ പോലെ വെള്ളിയാഴ്ച ആ ഒരു ഡേറ്റ് എല്ലാവരും കാത്തിരുന്ന്. അപ്പൊ അതിന് ചിലപ്പോ 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും ആ ഒരു ഐഡിയ വന്നത്. അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും, അങ്ങനെയാണ്. ഈ പാട്ടും പെട്ടെന്ന് മൈൻഡിൽ കയറി വരുന്നതാണോ? പാട്ട് പെട്ടെന്ന് മൈൻഡിൽ കയറി വരുന്നതാണ്. ഈ ഇപ്പൊ AR ഒരു സോങ് പോലെ നൈസ് ആയിട്ടുള്ളൊരു സോങ്ങിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്ങിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിഘ്നേഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? ഓൾമോസ്റ്റ് ഇത്തിരി കംഫർട്ട് ആയത് അങ്ങനെ ആയിരിക്കും. കാര്യം ഹൈ പേസിൽ പോണ പാട്ടിനെ ഒന്ന് താഴേക്ക് കൊണ്ടുവന്നായിരിക്കും ഇത്രയും കൂടി ഇൻട്രസ്റ്റിംഗ്, കേൾക്കണവർക്കും ക്യാച്ച് ചെയ്യണം. അങ്ങനെയാണല്ലോ. ഇത് തിരിച്ചൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കൂടായിരുന്നോ? ഇതുവരെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പോണ പോലെ ഇനി ആലോചിക്കാലോ. ഇനി ആലോചിക്കാം. കൂട്ടുകാരൊക്കെ ഇത് ചിന്തിക്കുന്നുണ്ടാവും, ഇനി അടുത്ത പണിയാവും ഇത് കൊടുക്കാം. കൂട്ടുകാരൊക്കെ തന്നെയാണ്. നീ റാപ്പിലൊന്ന് പിടിച്ചു നോക്കും. റാപ്പ് എന്ന് പറയുമ്പോ ആൾക്കാർ അത്രയും ഫാസ്റ്റിൽ കേൾക്കണ പട്ടപ്പെട്ടെന്ന്
അപ്പം അതിലൊന്ന് താഴത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക, ഇത്രയും കൂടി രസമായിരിക്കുന്നു ഫ്രണ്ട്സ് പറയാറുണ്ട്. എന്നിട്ട് റാപ്പ് ഇതുവരെ പിടിച്ചു നോക്കിയിട്ടില്ല? ഇല്ല, ഇപ്പം റാപ്പ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സിനിമയാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഇതുവരെ ഓഡീഷൻസിനൊക്കെ പോയിട്ടില്ലേ? ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് പോയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല? ചാൻസ് കിട്ടില്ല. രാവിലെ പോയിട്ട് വൈകിട്ട് വരാന്നല്ലാണ്ട് വേറെ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഓഡീഷന് പോയ ഒരു അനുഭവം എന്തെങ്കിലും പങ്കുവെക്കാനായിട്ടുണ്ടോ? ഓഡിഷന് പോയത് എല്ലാം യൂണിഫോം ആയിട്ടുള്ള അനുഭവം തന്നെ. രാവിലെ ചെല്ലുക, കുറേ നേരം നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് പിന്നെ പെർഫോം ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഡമ്മി പോലെ ചെല്ലുക എന്നുള്ളത്. ചെന്നാരെയും മുഷിപ്പിക്കരുതല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യണം. വേറെ അങ്ങനെ അനുഭവങ്ങളായിട്ടില്ല. ഇല്ല. എപ്പോഴാണ് ഈ സിനിമ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കയറി പറ്റിയത്? സിനിമ എന്നുള്ള ആഗ്രഹം ഞാൻ കോളേജ് ടൈമിലെ തൊട്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് എല്ലാവരും ഒരു താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെ ഒരു 5-6 പേര്. അപ്പോൾ അന്ന് തൊട്ടുള്ള പ്ലാനിങ് ആണ്, നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യണം, ചാനൽ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള. അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും നടന്നിട്ടില്ല അല്ലേ? നടക്കുന്ന വെച്ചാൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടില്ല. അങ്ങനെ ഇപ്പോ ചേട്ടൻ പാടുന്ന പാട്ടുകള് ശരിക്കും ഭക്തിഗാനങ്ങളാക്കിയാണ് പാടുന്നത്, എന്നാൽ റിയൽ സോങ് മറന്നു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പാട്ടിന് ഭക്തിഗാനമാക്കിയിട്ട് ശരിക്കുമുള്ള പാട്ടിന്റെ ട്യൂണ് മറന്നു പോകുന്ന? എനിക്കങ്ങനെ കമന്റ്സ് ഒരുപാട് ഇതുപോലത്തെ സെയിം കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പിന്നീട് അത് ആലോചിക്കുമ്പോൾ അത് മറ്റേ കാര്യം ഞാൻ ആ പാട്ട് കേട്ടിട്ടാണല്ലോ മാറ്റണത്. അപ്പം എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റണുണ്ട്. എന്നാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ? റിയൽ പാട്ട് പാടിയിട്ട് സ്വിച്ച് ഇട്ട പോലെ അതിനെ ഭക്തിഗാനമാക്കി പാടാം. അത് ഇത്തിരി ടാസ്ക് ആയിരിക്കും, നോക്കാം, ചെയ്ത് നോക്കാം. ഓക്കെ, ഏത് പാട്ടാന്ന് വെച്ചാ ചേട്ടൻ പാടിയ തന്നെ ഏതെങ്കിലും പാട്ട് മതി. പാടിയ പാട്ട് കരളേന്നും കൈപിടിച്ചാല്, അത് കലാഭവൻ ഷാജോൺ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചായിരുന്നു. അത് ശരിക്കുള്ള പാട്ട് ആദ്യം പാടണം. ശരിക്കുള്ള പാട്ട് ആദ്യം പാടിയിട്ട് പിന്നെ ഭക്തിഗാനത്തിലേക്ക് പോവാ. ഇല്ലെങ്കിൽ വേണ്ട, ഭക്തിഗാനം ആദ്യം പാടിയിട്ട് ശരിക്കുള്ള പാട്ട് പാടാം, അതായിരിക്കും നല്ലത്. ഒത്തില്ല അത് കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രകൊടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി. ഒറിജിനൽ വരുമ്പോ കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. ഓ, അവസാനം അത് കിട്ടി, എന്തോ ഭാഗ്യോ. ശരിക്കും റിയൽ ആയിട്ട് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും എന്റെ പൊക്കെയൊന്നും ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചു പോണു. സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞല്ലോ, ഏത് ആക്ടറിന്റെ കൂടെ അഭിനയിക്കാനാ ചേട്ടന് താല്പര്യം? എനിക്കങ്ങനെ ആക്ടർ എന്ന് പറയുമ്പോൾ ലെജൻസ് മോഹൻലാല്, മമ്മൂട്ടി, അവരെയൊക്കെ അഭിനയിച്ച അത്ര സന്തോഷം. എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. സിനിമയുടെ ഏത് വേഷമായാലും പ്രശ്നമില്ല, എനിക്ക് സിനിമയുടെ ഒപ്പം സഞ്ചരിക്കണം, അത്രേ ഉള്ളൂ. അത് അടിപൊളി. പെട്ടെന്ന് എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞ ഭക്തിഗാനം. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, ഒരു സന്തോഷം പിറന്ന നാൾ പാട്ട്. അങ്ങനെ ഞാനും ഭക്തിയുടെ മാർഗത്തിൽ. ഇനി ചേട്ടന്റെ എതിരാളിയായിട്ട് ഞാനും റീൽസിൽ വരും. ആയിക്കോട്ടെ, സന്തോഷം. കോമ്പറ്റീഷൻ പണ്ടേ ഇഷ്ടമാണല്ലേ? ഇതിന് ഒരു ഗേളും കൂടെ വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കോംബോ ആയിട്ട് റീൽ ചെയ്ത് പോവാന്ന്. അങ്ങനെ കോംബോ ആയിട്ട് റീൽ ചെയ്ത് പോകാനായിട്ട് ആ സ്ക്രീൻ സ്പേസിൽ ഇപ്പം എനിക്ക് നിൽക്കാനുള്ള സ്പേസ് ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ക്യാമറമാൻ വെറുതെ പണി കൂട്ടുന്നുണ്ട്. അതൊരു ന്യായമല്ലേ ചേട്ടാ? അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ശരിക്കും പറഞ്ഞു ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ തോട്ട് വരെ ഷൂട്ട് ചെയ്യുക, ആ ഒരു ചിന്തയിലാണ് പോകണം. റീലിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ലേ? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിപ്പോ സിനിമയുടെ പുറകെ സിനിമേനെ ആഗ്രഹിക്കണോണ്ട് അതിന്റെ ചിന്ത മാത്രമേ ഇപ്പൊ തലയിലുള്ളൂ. ഇങ്ങനെ പറയണമെങ്കിൽ
പുറകിൽ ഒരു ബ്രേക്കപ്പിന്റെയോ ഒരു തേച്ചിന്റെ സ്റ്റോറി ഇല്ലേ? അങ്ങനെ എനിക്ക് എല്ലാവരുടെ ലൈഫിലും ലവ് സ്റ്റോറി എന്തായാലും ഉണ്ടായിരിക്കും. ചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ലവ് സ്റ്റോറി ഒരു വൺ സൈഡ് ലവ് ഉണ്ടെന്നൊക്കെ പറയാം, അതൊക്കെ ക്രഷ് ആ ഒരു കാറ്റഗറി പോണതാണ്. അല്ലാണ്ട് അങ്ങനെ ലവ് ആയിട്ട് ലവ് ഫെയിലിയർ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ, ചേട്ടൻ ഇനി മാരേജ് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ്റെ കൺസെപ്റ്റിലുള്ളൊരു ഗേൾ എങ്ങനെയായിരിക്കും? ഇതുപോലെ മറ്റേ മുടിയൊക്കെ ഇടിച്ച് കുറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണോ? ഇതൊക്കെ ഒരു ക്യാരക്ടറാണല്ലോ, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ക്യാരക്ടർ അല്ലല്ലോ. എങ്ങനെയാ ചേട്ടൻ്റെ ഒരു കൺസെപ്റ്റ്? അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇനി ആലോചിക്കാലോ? ഇനി ആലോചിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചോദിച്ചാ നാണമൊക്കെ വരുത്. നാണല്ലേ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണ, അല്ലെങ്കിൽ അതിപ്പോ മെയിൽ ഡോമിനേഷൻ ആയിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയല്ല, ഒരു സെയിം ടേസ്റ്റ് ആയിരിക്കണമെന്നൊക്കെ ഉണ്ട്, സെയിം വൈബ്, ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരിക്കണമെന്നുണ്ട്. വൈബ് സെയിം ആയാൽ മതി എന്നാണോ? ഓൾമോസ്റ്റ് ഇപ്പൊ എന്റെ താല്പര്യം സെയിം ആൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ പ്രശ്നം കഴിഞ്ഞ അവിടെ. അപ്പൊ ഞാൻ എടുക്കുന്ന ഡിസിഷൻ അവർക്ക് ഓക്കെയാണ്, അവളെടുക്കുന്ന ഡിസിഷൻ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻ പ്രോബ്ലം അവിടെ കഴിയും. അത്രയും മതി. അപ്പൊ ഇങ്ങനെ ഒരു പെണ്ണ് എന്തായാലും കാത്തിരിക്കുന്നുണ്ടാവും. വേറൊരു പാട്ടും കൂടി പാടിത്തരുമോ? പാടാലോ. പിന്നെ ബോഗൻ വില്ലയിലെ പാട്ട് പാടാം, ഭൂലോകം സൃഷ്ടിച്ച. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിനു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിനു സ്തുതി, ബോഗൻവില്ല പൂക്കളും ഞാനാകുന്നോർമ്മയും നിന്നുള്ളിൽ കാക്കുന്ന കർത്താവിനു സ്തുതി. അടിപൊളി. ഇതിന് ശേഷം വൈറലായതിനു ശേഷം ഇൻബോക്സിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരാറില്ലേ? ഉണ്ട്. പാട്ടിന്റെ സജഷൻസ് ആയാലും അങ്ങനെ കുറെ മെസ്സേജസ് വരാറുണ്ട്. റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും? മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചേട്ടാ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകുന്ന 2-3 റാൻഡായിട്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറ എരൂരാണ്. അപ്പൊ തൃപ്പൂണിത്തുറയില് ബോയ്സ് ഗ്രൗണ്ടിൽ അത്തച്ചമ ഉണ്ടായിരുന്ന ദിവസം ഒരു ചേട്ടൻ, ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ, ഓടി വന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു, പാട്ടൊക്കെ കൊള്ളാം, ഇനിയും പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യണ അവിടെ ഒരു ആവശ്യം വന്നപ്പോൾ ഫയർഫോഴ്സിന്റെ ഒരു ഉദ്യോഗസ്ഥർ കുറച്ച് പേര് വന്നു. അതിനകത്ത് അഭിനന്ദ് അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര്, പുള്ളിക്കാരനും വന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു. അടിപൊളി, സന്തോഷം. അതൊക്കെ കാണുമ്പോ എന്തോ ഭയങ്കര സന്തോഷം തോന്നുമല്ലേ? അതെ, നമ്മളത് മറ്റൊരാള് ചെയ്യണ കണ്ടിട്ടുണ്ട്, അതായത് വേറൊരാളെ സെൽഫി എടുക്കണത് കണ്ടിട്ടുണ്ട്. അപ്പം എന്റെ അടുത്ത് വന്ന ആ സെയിം അനുഭവം ഉണ്ടാകുമ്പോ ഒരു സന്തോഷം. ഇപ്പൊ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇതുവരെ എത്താനായിട്ട്, അല്ലേ? ഞങ്ങള് പണ്ട് തൊട്ടേ, ഞാൻ പറഞ്ഞില്ലേ, കോളേജ് ടൈം തൊട്ടേ ഇതിന്റെ പുറകെയാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് പേരുണ്ട്. അപ്പോ അത് പല സംഭവം, ഞങ്ങള് റീൽസ്, ഞങ്ങൾക്ക് വെള്ളാന മീഡിയ എന്ന് പറഞ്ഞ ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും. അപ്പൊ അതില് ഞങ്ങള് റീൽസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് 2-3 ഉണ്ട്. പക്ഷെ അതിന് പ്രൊഡ്യൂസർ എന്നുള്ള സംഭവം കിട്ടാത്തതുകൊണ്ട് അതിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി സെറ്റായ അത് ചെയ്യണം. ഈ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഉള്ള ഏറ്റവും വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ട് അതിന് ലാഗ് വരുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരാം. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചൊരു, ഇപ്പോൾ ഒരു ഈവൻ റീലാണെങ്കിൽ പോലും നമ്മൾ അത്രയും സംഭവമൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമായിരിക്കും. ഈ ഫീൽഡിലേക്ക് അങ്ങനെ വന്നിട്ട്, ഈ ഫീൽഡിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടില്ലല്ലോ, ഒരു അറ്റത്ത് നിന്നിട്ട് ചൂണ്ടിട്ടുന്ന ശീലമായിട്ടുള്ളൂ. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ നിമിത്തം അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഈ ഭാഗ്യത്തിൽ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നില്ല. കാര്യം എന്തെങ്കിലും നല്ല കാര്യം നടന്നാൽ അതിനെ ഭാഗ്യമെന്നും മോശകാര്യം നടന്നാൽ അതിന് വിധിയെന്നും പറഞ്ഞ് എഴുതി വെക്കുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് ചോദിച്ചാൽ ചേട്ടൻ ഭാഗ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞാൻ ഈ ഭാഗ്യം എന്നുള്ള കോൺസെപ്റ്റ് നമ്മള് ഒരു 50% പണ്ടോട്ടെ പറയണതാണ്. നമ്മൾ 50% നമ്മൾ 50% ദൈവം. അതെ, ഒരു നാച്ചുറൽ അതാണല്ലോ. അതാണ്, അങ്ങനെ ഞാൻ ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുന്നത്. നിമിത്തത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മളും ചെയ്യണം. നിമിത്തത്തിന് മാത്രം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ചേട്ടാ കുടുംബപരമായി വിശ്വാസികളാണല്ലോ? അതെ. ആണ്. അപ്പോൾ
ചേട്ടൻ ഇത്തരത്തിൽ ഇതുപോലെ കളിയാക്കുന്ന വീഡിയോസ് ഇടുമ്പോൾ കുടുംബക്കാരങ്ങനെ ഒന്നും പറയാറില്ലേ? ഇല്ല, ഇതുവരെ ഞാൻ പണ്ടോട്ട് ട്രോൾ വീഡിയോസ് ഒക്കെ ചെയ്യണ ആളാണ്. അപ്പം എൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ അവർക്ക് അറിയാം, ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ എങ്ങനെയാണെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇതിന് ഇങ്ങനെ എതിർപ്പൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്. അങ്ങനെ നമുക്കിനി അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ഇപ്പോൾ യോധയിലെ പടകാളി അത്യാവശ്യം റീച്ചായ പാട്ടാണല്ലേ? പടകാളിച്ചണ്ടിച്ചങ്കരി പോർക്കലി മാർഗിനി ഭഗവതിയടിയനിലലിവോടൊന്നിത്തിരി കനിയണമേ പറമേളം ചെണ്ട ചേങ്ങില തൃത്തുടി മദ്ദളം അരമണി കിണി കിണി പലതാളം തക്കിട കിട തകത ചുവടുകളിനിയൊരു ഞൊടിയിട പിഴയരുതേ ഓയമ്മ ഓയ് ഹോയ് അടവുകളുടെ ചുടുപകിടകൾ ഉരുളണം. ശരിക്കും ഈ പാട്ട് കേട്ടിട്ട് റിയൽ ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതാണ് റിയൽ സോങ് ആയിട്ടാ തോന്നുന്നത്. അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലേ? കാര്യം ഞാനിത് വേറെ ഒരു എവിടെ പോയപ്പോ ആരോ പറഞ്ഞു, അതായത് ഇത് എഴുതിയ ലിറിക്സ് എഴുതിയ ബിച്ചു തിരുമലയാണെന്ന് ഡൗട്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ശരിക്കും ഭക്തിഗാനമാക്കി പുള്ളിക്കാരൻ എഴുതിയതാണ്. അത് ആ രീതിയില് ആണ് പോയെന്ന് പറഞ്ഞു. അപ്പൊ അത് തിരിച്ചു ഭക്തിഗാനമാക്കി കൊണ്ടുവന്നതില് സന്തോഷം. അത് അടിപൊളി. ചേട്ടന്റെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ചേട്ടന്റെ ഫാമിലിക്ക്? എനിക്ക് ഫാമിലി കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഞാൻ എന്ത് പുതിയ സംഭവം ചെയ്ത്, ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാട്ട് ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഔട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ കാണിച്ച വീട്ടുകാര്, അവര് ഓക്കെ പറഞ്ഞ അവർക്ക് അവരുടെ ഫേസിൽ ചിരി വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയത് ഇറക്കാന്നുള്ളൊരു ഇതില്. അതുകൊണ്ട് എന്തും ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിക്ക് തന്നെയാണ്. ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. അതെ, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും സെയിം ആയിട്ടാണ് സപ്പോർട്ടിങ്. അങ്ങനെ ഏറ്റക്കുറച്ചൊന്നും പറയാൻ പറ്റത്തില്ല, രണ്ടുപേരും മത്സരിച്ചാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? സിനിമ ആയിക്കോട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ, അതല്ലാതെ ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? സിനിമ കഴിഞ്ഞിട്ട് അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. സിനിമയാണ് എനിക്ക് സിനിമ ഒരു മീഡിയ, ആ ഒരു ക്യാമറ ലൈറ്റ്സ്, ആ ഒരു അതിൽ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഈ അഭിനയമല്ലാതെ സിനിമ ഫീൽഡിൽ ഏത് മേഖലയായാലും ഓക്കെയാണോ? എനിക്ക് സന്തോഷമുള്ളൂ ഏത് ചെയ്താലും. പക്ഷെ എനിക്കിപ്പോ വേറെ ഏത് മേഖലയെന്ന് ഇപ്പൊ ഡയറക്ഷൻ ആയാലും അതിനായിട്ടുള്ള ഒരു കാലിബർ വേണം, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടോന്ന് ഞാൻ ഇതുവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആക്ടിങ് ആണ് ഇത്തിരി കൂടി കോൺഫിഡൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ സെറ്റപ്പ് അല്ലെങ്കിലും എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആക്ടിങ് എന്നുള്ളൊരു ഫീൽഡാണ്. എല്ലാം കിട്ടിയാലും ഞാൻ എനിക്ക് താല്പര്യം. ചേട്ടൻ ആക്ടിങ് ആണ് ആഗ്രഹമെങ്കിൽ ഈ പാട്ടല്ലാതെ അഭിനയിക്കുന്ന റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷനോ ചെയ്യായിരുന്നല്ലോ, അതെന്താ ട്രൈ ചെയ്യാത്തേ? അല്ല, ഞാൻ ചെയ്തോണ്ടിരുന്ന ഞങ്ങൾക്ക് റീൽസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന കണ്ടന്റ്സ് ഉണ്ട്. അതിപ്പോ ഇതിന്റെ ഇടക്കിടക്ക് മിക്സ് പോലെ പോകുന്നുണ്ട്. ഇപ്പൊ ഈ പാട്ടിടും, അതുപോലെ തന്നെ അതിന്റെ ഇടക്ക് ഞങ്ങളുടെ ആക്ടിങ് വൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ പോകുന്നുണ്ട്. അല്ല, പലരും ഇപ്പൊ റീൽസ് വഴി സിനിമയിലേക്ക് കേറുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ചേട്ടനും കിട്ടാതെ ഇല്ല. പക്ഷെ ആക്ടിങ് മാത്രമായിട്ട് ഇതിപ്പോ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടിട്ടാണല്ലോ ഇപ്പൊ അതിന്റെ ബേസിലാണ് ഇപ്പൊ അക്കൗണ്ട് ഒന്ന് റീച്ച് ആയി നിൽക്കുന്നത്. അവർ മാറി ചിന്തിച്ചുകൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും വെറൈറ്റി ആണല്ലോ വേണം. ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ, ഇതിപ്പോ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അപ്പൊ അതിനൊന്ന് മാറി ചിന്തിച്ചപ്പോഴത്തേക്കും ഇതാണ് വെറൈറ്റി ആയിട്ട് വന്നൊരു സാധനം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ പിടിച്ചത്. അപ്പോൾ ചേട്ടാ, പോകുന്ന പോലെ തന്നെ ഇങ്ങനെ തന്നെ പോവട്ടെ, ഇതുപോലെ ഇനിയും അടിപൊളി പാട്ടുകൾ കേൾക്കാനും പറ്റട്ടെ. സിനിമ എന്ന് പറയുന്ന ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സിനിമയിലും ചേട്ടനെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഒരു ഭക്തിഗാനം പാടി നമുക്ക് നിർത്താം. சிங்கம் இறங்குன காட்டுக்கு விருந்து இவன் வேட்டைக்கு செதறணும் பயந்து பெரும் புலிக்கெல்லாம் முட்டி புலி எழுதி கொடலிருவிற சம்பவம் உறுதி இதுவரையில நல்லவ இருந்தா பேடாஸ் மிஸ்டர் லியோதாஸ் இஸ் a badass. இந்த கதையில ராட்சச முகந்தான் badass Mr. Leodas is a badass. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഭക്തിഗാനം കേട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് തമിഴ് മിക്സ്. അതെ, ഇംഗ്ലീഷ് തമിഴ് മിക്സ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.